UDF യോഗത്തിൽ പാർട്ടിയിലെ അനൈക്യം ചർച്ചയാകാതിരിക്കാനുള്ള കരുതലുമായി വി ഡി സതീശൻ. ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതിന് തരൂരിനോട് വഴക്കില്ല. കെ സുധാകരൻ മാറുമോ എന്നത് ബെസ്റ്റ് ചോദ്യമെന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടുള്ള സതീശന്റെ മറുപടി. അതേസമയം നേതൃമാറ്റ ചർച്ചയിൽ പ്രതികരിക്കാൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ തയ്യാറായില്ല. UDF യോഗത്തിൽ തരൂർ വിഷയമടക്കം കോൺഗ്രസിലെ അനൈക്യം ഉന്നയിക്കാൻ മുസ്ലിം ലീഗ്. പാർട്ടികളിലെ പ്രശ്നങ്ങൾ മുന്നണിയെ ബാധിക്കാതിരിക്കാൻ എല്ലാ ഘടകകക്ഷികളും ശ്രദ്ധിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാം പറഞ്ഞു. സമകാലികമായ എല്ലാ വിഷയങ്ങളും UDF യോഗത്തിൽ ചർച്ചയാകുമെന്നും PMA സലാം പ്രതികരിച്ചു. എന്നാൽ അജണ്ടയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചർച്ചയാകൂ എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. UDF യോഗം ചേരുമ്പോൾ കാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യണമല്ലോ, അതിനല്ലേ കൂടുന്നു. UDFിലെ നേതാക്കന്മാരെ കുറിച്ചും പാർട്ടികളെ കുറിച്ചും ഒക്കെ ചർച്ച വരും. കോൺഗ്രസിൽ അത്ര വലിയ പ്രശ്നങ്ങളുണ്ടാവും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതാത് പാർട്ടികൾ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കും. ദോഷം വരാതിരിക്കാനുള്ള ശ്രമം അതാത് സംഘടനകൾ ചെയ്യണം, എല്ലാ ഘടകകക്ഷികളും. UDFിൻ്റെ മീറ്റിങ്ങിൽ അജണ്ട ഉണ്ട്. ആ അജണ്ട വെച്ച് ഉള്ള ചർച്ച അതായിരിക്കും UDFിൽ നടക്കുക. അല്ലാത്ത പിന്നെ ഇന്നത്തെ അജണ്ട ഉണ്ടല്ലോ, അതാണ്. അഭ്യൂഹങ്ങൾക്കൊന്നും യാതൊരു കാര്യമില്ല. സിജോ വി ജോൺ ചേരുന്നു. സിജോ, എന്തൊക്കെയായിരിക്കും ചർച്ചയാവുക, ഇല്ലെങ്കിൽ അജണ്ട എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഓൾറെഡി അറിയാം. മറ്റ് കാര്യങ്ങൾ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? നേതൃയോഗം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഈ KPCC നേതൃമാറ്റ ചർച്ച, അതോടൊപ്പം തന്നെ തരൂർ ഉയർത്തിവിട്ട വിവാദങ്ങൾ, ഇത് രണ്ടും സജീവമായി നിലനിൽക്കുകയാണ് UDF യോഗം ചേരുന്നത്. എന്തായാലും ഈ UDF യോഗത്തിന് മുമ്പുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കളുടെ അവരല്പം നിലപാട് മയപ്പെടുത്തുന്നു എന്ന് തന്നെ നമുക്ക് ആ വാക്കുകളിലൂടെ മനസ്സിലാവുകയും ചെയ്യും. ഈ കോൺഗ്രസിന് ഉള്ളിലെ പ്രശ്നങ്ങൾ അത് ചർച്ച വിഷയമാകുമോ, അത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ എന്ന വിഷയങ്ങൾ ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എല്ലാ പാർട്ടികളെയും, ഏത് പാർട്ടിയാണെങ്കിലും ആ പാർട്ടിയിലെ പ്രശ്നങ്ങൾ മുന്നണിയെ ബാധിക്കാത്ത രീതിയിൽ ശ്രദ്ധിക്കണം, അത്തരം കാര്യങ്ങളിലേക്ക് പോകരുത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു പക്ഷേ ഇന്ന് നടക്കുന്ന യോഗത്തിൽ അജണ്ടയിൽ ഇല്ല എങ്കിൽ പോലും മുസ്ലിം ലീഗ് ഈ വിഷയം ഉയർത്താനുള്ള സാധ്യതയുണ്ട്. കടുത്ത അതിർത്തിയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഉള്ളത്. ഇതാദ്യമായിട്ടല്ല കോൺഗ്രസിനുള്ളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അത് മുന്നണിയെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഹൈക്കമാൻഡിനെ തന്നെ ഈ കാര്യം ബോധിപ്പിക്കുന്നതിനും അവരെ പരാതിപ്പെടുന്നതിനും ഹൈക്കമാൻഡിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ലീഗ് അത്തരം നടപടികളിലേക്ക് പോകാനിരിക്കെയാണ് യോഗത്തിൽ ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ അജണ്ടയ്ക്ക് പുറത്തേക്ക് ചർച്ചകൾ പോകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. മുസ്ലിം ലീഗിന് മാത്രമല്ല മറ്റ് ഘടകകക്ഷികൾക്കും കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ എതിർപ്പിൽ ശക്തമായ ഒരു വലിയ നീരസം ഉണ്ട് താനും. എന്തായാലും ഇന്നത്തെ അജണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ സർക്കാരിനെതിരായ സമരങ്ങൾ ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതാനും ആഴ്ചകളായി അല്ലെങ്കിൽ മാസങ്ങളായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ UDF നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു വിലയിരുത്തൽ ഈ യോഗത്തിലുണ്ടാകും. അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെ സമരങ്ങൾ, ഏറ്റവും അവസാനം ആശാ വർക്കർമാരുടെ സമരം കോൺഗ്രസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും UDF ഒറ്റക്കെട്ടായി ആ സമരത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ്. അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നുള്ള കാര്യങ്ങളും ഉണ്ടാകുകയും ചെയ്യും. എങ്കിലും ഈ UDF യോഗത്തിന് മുന്നോടിയായി നേതാക്കളെല്ലാവരും ഈ KPCC നേതൃസ്ഥാനത്ത് സംബന്ധിച്ച ചർച്ചകൾ പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സുധാകരനെ പിന്തുണച്ചുകൊണ്ട് തന്നെ VD സതീശനും രംഗത്ത് വരുന്നു, K മുരളീധരനും രംഗത്ത് വരുന്നു. അങ്ങനെ ഒരു കൂട്ടായ ഒരു ചർച്ചകൾ, ഒരു പിന്തുണ സുധാകരന് വന്നിരിക്കുന്നു. അപ്പോൾ ചർച്ചയുടെ ഗതി അല്പം മാറുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മയപ്പെടുന്നു എന്നൊരു തോന്നൽ തന്നെയാണ് ഈ യോഗത്തിന് മുന്നോടിയായിട്ടുള്ള നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. ശരി സിജോ.